ഇതൊരു പഞ്ചർ റിപ്പയർ കിറ്റിൻ്റെ റിവ്യൂ വീഡിയോയാണ്. ഇത് ഭയങ്കര ഈസിയാണ് ഉപയോഗിക്കാനായിട്ട്. ജസ്റ്റ് ഈ സാധനം തുറക്കുക, ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, നമുക്ക് പഞ്ചറായിരിക്കുന്ന ഏത് ഭാഗത്താണോ ഇത് എന്തെങ്കിലും ആണി എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുള്ള പഞ്ചറിലാണ് ഈ സാധനം ഒട്ടിക്കുന്നത്. ഗിയറിലൊക്കെ ഇതിൻ്റെ അകത്ത് ഒട്ടിക്കാൻ പറ്റില്ല. ചെറിയ ആണിയൊക്കെ കയറിയിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് തിരിച്ച് കയറ്റുക. തിരിച്ച് കയറ്റുമ്പോൾ ഈ ഒരു ഗ്ലൂ കണ്ടോ, ഈ ഒരു ഗ്ലൂ അവിടെ സെറ്റാവും. ഇത് ശരിക്കും ഇതിൻ്റെ അകത്ത് റബ്ബർ റിപ്പയർ സ്ക്രൂ എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്, പക്ഷേ ഇത് ശരിക്കും മെറ്റലിൻ്റെ സ്ക്രൂ ആണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് മെറ്റലിൻ്റെ സ്ക്രൂവിൻ്റെ പുറത്ത് ചെറിയ റബ്ബറിന് ബ്ലാക്ക് കോട്ടിങ്, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഗ്ലൂവും കൂടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിന് വരുന്നത് 2 സൈസിലാണ്, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത്. ഇപ്പം ചെറിയ നെയിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് യൂസ് ചെയ്താൽ മതി. പിന്നെ കുറച്ചുകൂടെ വലിയ സെൽ സ്ക്രൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് വലുത് യൂസ് ചെയ്തിട്ട് പഞ്ചർ ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇത് ഞാൻ 3 യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്കൂട്ടറിലായിരുന്നു. റീസെൻ്റ്ലി ഇത് 4 യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് മുമ്പായിട്ട് കുറച്ച് നാൾ പിന്നെ ഒരു 3 മാസമൊക്കെ മുന്നെയാണ് ഇതിന് മുമ്പ് യൂസ് ചെയ്തത്. അതുണ്ടോ, ഈ ഒരു പാട് കണ്ടോ, ഈ ഒരു പാഡിലാണ് ഞാൻ ഓൾറെഡി സ്ക്രൂ തിരികെ വെച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പഞ്ചറായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ക്രൂ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് ലീക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ലീക്ക് വരുമ്പോൾ ഇതുണ്ടോ, ടയറിൻ്റെ എഡ്ജൊക്കെ കണ്ടോ വെട്ടി തേഞ്ഞിരിക്കുന്നത്. നമ്മൾ കാറ്റ് കുറഞ്ഞു പോകുന്നത് നമ്മൾ അറിയില്ല, ശ്രദ്ധിക്കില്ല. ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ ഒരു 18ലേക്കും 19ലേക്കൊക്കെ പ്രഷർ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വന്നിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടയറിൻ്റെ ലൈഫ് നന്നായിട്ട് കുറയും. ഒരു കീറിൽ പഞ്ചറായപ്പോൾ കയറിയതല്ല, കുറച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ശരിക്കും കീറിലിങ്ങനെ ഉണ്ടായി വന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം ടെമ്പററി ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. അതിന് ശേഷം ഈ സ്ക്രൂ ഊരി കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ പഞ്ചർ രീതി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്.